ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈലാഞ്ചി കിച്ചൺ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ രസം റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു രസമാണ്. ദഹനക്കുറവുള്ളവരൊക്കെ ഇത് വെച്ച് കഴിച്ചാൽ അവർക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഇത് വെറ്റില യൂസ് ചെയ്താണ് ഈ രസം ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ വന്ന് ചേരത്തുള്ളൂ. ഇപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഞാനിവിടെ ഒരു 8 വെറ്റില എടുത്തിട്ടുണ്ട്. ചെറിയതായതുകൊണ്ടാണ് 8 എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ നിങ്ങൾ 5 or 6 എടുത്താൽ മതി. ഇതിപ്പോൾ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം ഒരു ചെറിയ പച്ചമുളകും ഒരു 3 തക്കാളി ഞാനിവിടെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ചെടുത്ത് വെക്കണം. അടുത്തത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരച്ച വെറ്റിലയും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 600 മില്ലി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയില 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരടപ്പ് വെച്ച് അടച്ച് 10 മിനിറ്റത്തേക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അടുപ്പ് സിമ്മിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ രസം ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മൾ ചേർത്ത വെറ്റില, പച്ചമുളക്, ആ മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാത്തിൻ്റെ എരിവൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വെറ്റിലയുടെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. കടുക് വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കായപ്പൊടി, 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 5 വെളുത്തുള്ളി ചതച്ചത്, തോലോട് കൂടി ചതച്ചത്, ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ഇതിന് മുകളിലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ രസം ഇപ്പോൾ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെൽത്തിയായ വെറ്റില രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെറ്റില ചേർത്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞാലേ മറ്റുള്ളവർക്ക് മനസ്സിലാവുകയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിൽ അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.